പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം ആരംഭ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? അതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് ഞങ്ങളുടെ പിതാവിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഞങ്ങളെ അതിശയമായി നടത്തുന്നതിന് സ്തോത്രം. കഴിഞ്ഞ മാസം ആമേൻ ജയത്തോടെ നടത്തിയ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഓഗസ്റ്റ് മാസത്തെ നമുക്ക് അനുഗ്രഹിച്ച് തന്ന നമ്മുടെ കർത്താവിന് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ, കർത്താവെ, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ഭുതമായി സൂക്ഷിച്ചതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരുന്നതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ തന്ന് ഞങ്ങളെ നിറച്ചതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ വീണ്ടും പറയുന്നപ്പാ, ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ ഒരിക്കലൂടെ പറയുന്നു, ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 54 സങ്കീർത്തനത്തിൽ 4 വാക്യം പറയുന്നു, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. സ്വമേധാദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാഗം കഴിക്കും. യഹോവേ, അങ്ങയുടെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. ഈ പുതിയ മാസം ഞങ്ങൾ വീണ്ടും പറയുന്നു, അതെ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അതെ അപ്പാ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. അങ്ങ് ഞങ്ങളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ക്ഷേമത്തോടെ നടത്തുന്നതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കരുതൽ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. യഹോവ ഇരയായി ഈ പുതിയ മാസം ഞങ്ങളുടെ കൂടെ അങ്ങുള്ളതിന് സ്തോത്രം. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. യഹോവ ശാലൂമായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. യഹോവ നിസിയായി ഈ പുതുമാസം ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. യഹോവ എൽഷദായിയായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. യഹോവ നല്ല ഇടയനായി ഈ പുതുമാസം ഞങ്ങളെ പരിപാലിക്കുന്നതിന് സ്തോത്രം. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പുതിയ മാസത്തിൽ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസക്കാലം എല്ലാവരെയും കാത്തു പരിപാലിച്ചല്ലോ, വീണ്ടും സ്തോത്രം. ഈ പുതിയ മാസം ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് അതിശയമായി നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ സെപ്റ്റംബർ മാസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും സെപ്റ്റംബർ ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി തീരട്ടെ. സെപ്റ്റംബർ ഒരു മുന്നേറ്റത്തിൻ്റെ മാസമായി തീരട്ടെ. സെപ്റ്റംബർ ഒരു ദൈവപ്രവൃത്തിയുടെ മാസമായി തീരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ഈ സെപ്റ്റംബർ മാസം കർത്താവിൻ്റെ കരുതലുള്ളതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. എല്ലാ വേദനകളും ശാരീരികമായ അസ്വസ്ഥതകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ലങ്സിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. സ്റ്റൊമക്കിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഹാർട്ട് പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ആരോഗ്യത്തിലും ഫൈനാൻസിലും ഒക്കെ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. വലിയ ആത്മപകർച്ചയ്ക്ക് അത് കാരണമായി തീരട്ടെ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചറിയുവാൻ ഈ 3 ദിവസം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, കൂടി വരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണം. ആമേൻ. ഏകാഗ്രതയോടെ അങ്ങയുടെ കൂടെ ഇരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കും. ഈ കഴിഞ്ഞ 8 മാസം അനുഭവിക്കാത്ത വിധത്തിലുള്ള ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ, ദൈവിക സ്പർശനം അനുഭവിപ്പാൻ കർത്താവ് ഈ 3 ദിവസം ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. ഇത് ഞങ്ങളെ ഈ പുതിയ മാസത്തിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ശക്തി തരുന്ന ദിവസങ്ങളായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം
നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാർത്ഥനാ യോഗം ഇന്ന് രാത്രിയിലാണ് നടക്കുന്നത്. ഉപവാസം നമ്മൾ ഓൾറെഡി ഇന്ന് പകൽക്കാലം ആരംഭിച്ചു. അവൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുക. എന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായി ഈ പകൽക്കാലം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഈ സമയത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്ന. കഴിവതും നിങ്ങളെല്ലാവരും ഫിസിക്കലി പ്രസൻ്റ് ആയാൽ അത് നല്ലതായിരിക്കും. ഹാളിൽ വന്ന് കർത്താവിനെ ആരാധിക്കുക. അതല്ല സാധ്യമല്ലാത്തവർ ഓൺലൈനിൽ പങ്കെടുക്കുക. പക്ഷേ നിശ്ചയമായിട്ടും ഈ മീറ്റിങ്ങിൽ നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ പങ്കെടുത്താൽ അത് ഈ പുതിയ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചന പുറപ്പാട് പുസ്തകം 33 അധ്യായം 15 വാക്യം. അവിടെ മോശ പറയുക, അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. മോശ വേറെ ഒന്നും ചോദിക്കുന്നില്ല. മോശ പറയുന്നത്, ഞങ്ങൾക്ക് ഈജിപ്ഷ്യൻ്റെ പണമോ അല്ലെങ്കിൽ അവിടുത്തെ സ്വർണമോ ഒന്നും അല്ല ഞങ്ങൾക്കാവശ്യം നിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളും കർത്താവിനോട് പറയുന്ന പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: കർത്താവേ, ഞങ്ങൾക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്. ഈ പുതിയ മാസം ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യമാണ് വേണ്ടത്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടാകണം. അങ്ങയുടെ നിറവ് ഞങ്ങളോടുകൂടെ ഉണ്ടാകണം. അതൊരു ദാഹമായിരിക്കണം. ആ ദാഹമുള്ളവർക്ക് ദൈവം അത് പകർന്നു കൊടുക്കുന്നത്. ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, കർത്താവ് പറയുന്നുണ്ട്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വണ്ണം ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ദൈവിക ഇടപെടലുകൾ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഈ പ്രാർത്ഥനയും ഉപവാസവും എൻ്റെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ഇടയാക്കി തരണമേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ വെറുതെ ഭക്ഷണം മാറ്റിവെച്ച് വെറുതെ ഇരിക്കുക അല്ല. ഇത് ഭയങ്കരമായൊരു ദാഹം എന്തിനു വേണ്ടി? ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനും ദൈവിക സ്പർശനം അനുഭവിപ്പാനും ഒക്കെയുള്ള ഒരു സമയമാക്കി ഇതിനെ മാറ്റണം. അപ്പം നമ്മുടെ ബലഹീനത മാറും, ദൈവിക ശക്തി നമ്മളിലേക്ക് വരും. നമ്മുടെ കഴിവുകേടുകൾ മാറും, ദൈവിക കഴിവ് നമ്മളിലേക്ക് വരും. നമ്മളിലുള്ള ശൂന്യതകൾ മാറും, ദൈവിക നിറവ് നമ്മളിലേക്ക് വരും. നമ്മളിലുള്ള ജഡീക മോഹങ്ങൾ മാറി നമ്മളിൽ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ വരുവാൻ ഇടവരും. മോശ 40 ദിവസം ഉപവസിച്ച കാര്യം നമുക്കറിയാം. താഴോട്ടിറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം എങ്ങനെ പ്രകാശത്തോടാണ് വരുന്നത്. ഇതുപോലെ നമുക്കും ഈ 3 ദിവസം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പുറത്തു വരുമ്പോൾ എന്ത് വേണം? നമ്മുടെ മുഖം പ്രകാശിക്കണം. തേജസ് കൊണ്ട് നിറയുന്ന ദിവസങ്ങളായി മാറണം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലൊക്കെ ഉപവാസത്തിലിരിക്കുമ്പോൾ 10-ന്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നു, ദാനിയേൽ ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ടാണ് വരുന്നു. ഒരു രാജ്യത്തെ രൂപകൽപ്പന ചെയ്യുവാൻ ആവശ്യമായ ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് വരിക. യേശു ഉപവാസത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം പ്രാപിച്ചുകൊണ്ടാണ് യേശു ഇറങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഓർത്തോണം, വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മാറിയിരിക്കുമ്പോൾ അത് പല ബ്രേക്ക് ത്രൂകൾക്ക് കാരണമാകുന്നു, ഡിവൈൻ എൻകൗണ്ടറുകൾക്ക് കാരണമാകുന്നു, ഉണർവുകൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഈ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളും ദൈവിക ഇടപെടലുകളും ഉണർവും ഉണ്ടാകുവാൻ കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവേ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കുവാൻ ഇടവരണം. ഒരിക്കൽ ആഫ്രിക്കയിലുള്ള ഒരു ദൈവദാസനാണ് ആർച്ച് ബിഷപ്പ് ബെൻസൺ എഡോഷ. അദ്ദേഹം തൻ്റെ ശുശ്രൂഷയുടെ നടുവിൽ ഇങ്ങനെ ഉപവസിച്ചിരിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറയും, മോനെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ കുറച്ചു നേരം എൻ്റെ കൂടെ വന്നിരിക്കുക. എന്തിനു വേണ്ടിയാ? എന്നിട്ട് കൂടുതൽ ശക്തി പകർന്ന് നിന്നെ എനിക്ക് അയക്കാനുണ്ട്. വലിയ ശക്തിയോട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉപവാസത്തിലേക്ക് വീണ്ടും മാറുന്നത്. അപ്പോൾ കർത്താവ് പറയുക, കൂടുതൽ ശക്തിയോടെ എനിക്ക് നിന്നെ അയക്കുവാനുണ്ട്. അതുകൊണ്ട് ഈ ഉപവാസം ആഹാരം മാറ്റി വെക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സംശയങ്ങളും എല്ലാ ഡിസ്ട്രാക്ഷനുകളും എല്ലാ ഭയങ്ങളും മാറിപ്പോകുന്ന ഒരു ദിവസങ്ങളായി മാറട്ടെ. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് വലിയ പ്രതീക്ഷയോടെ നമുക്ക് ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും നന്ദി പറയുവാനും സമയം കണ്ടെത്തിക്കോണം കേട്ടോ. അതുപോലെ ദൈവവചനം കൂടുതൽ സമയം വായിച്ചോണം. അതുപോലെ ചില കാര്യങ്ങളൊക്കെ കർത്താവ് സംസാരിക്കും, അതൊക്കെ എഴുതി വെച്ചോണം. നമ്മുടെ സമയത്തെ ദൈവസന്നിധി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഇന്ന് മുതൽ ഈ 3 ദിവസത്തെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും
പങ്കെടുക്കുന്ന ആമേൻ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും പങ്കെടുക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിപ്പാനും ദൈവിക എൻകൗണ്ടറുകൾ അനുഭവിപ്പാനും ആമേൻ വലിയ ദൈവകൃപ പ്രാപിപ്പാനും ഉണർവിലേക്ക് വരുവാനും കർത്താവ് സഹായിക്കണം. കർത്താവെ, ഇവരുടെ കുടുംബത്തിൽ അനുഗ്രഹമായി തീരണം. ഇവരോട് റിലേറ്റഡായി നിൽക്കുന്ന ദേശത്തിന് അനുഗ്രഹമായി തീരണം. ഇവരോട് കണക്റ്റഡ് ആകുന്ന എല്ലാവർക്കും ഇവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ പുതുമാസത്തെ ഞങ്ങൾ ഒരിക്കലൂടെ അനുഗ്രഹിക്കുന്നു. സെപ്റ്റംബർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് അനുഗ്രഹിക്കപ്പെട്ട മാസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് ഉണർവിൻ്റെ മാസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ആത്മാവിൻ്റെ കാറ്റ് വീശുന്ന മാസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ആത്മപ്രവൃത്തിയുടെ മാസമെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. തൻ്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് പൊതിയണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ ദിവസങ്ങളായി മാറും. മറ്റൊന്നും ചോദിക്കാതെ കർത്താവിനോട്, കർത്താവേ, അങ്ങനെ പ്രസൻസാണ് എനിക്ക് ആവശ്യമെന്ന് പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.